കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാതയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയുണ്ടായത് 2 വാഹനാപകടങ്ങൾ. ഇതിൽ 2 പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തു. പാതയിൽ കുട്ടിക്കാനം മുതൽ പെരുവന്താനം 35 മൈൽ വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നത് എന്ന പരാതിയും ശക്തമാകും. ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ പെരുവന്താനം 35 മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം മുറിഞ്ഞുപുഴയ്ക്ക് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചിരുന്നു. കൂടാതെ ഇന്ന് 2 അപകടങ്ങളാണ് ഉണ്ടായതും. അശ്രദ്ധമായ ഡ്രൈവിംഗും വേഗതയും അപകട കാരണങ്ങളിൽ ഒന്നാണെങ്കിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ക്രാഷ് ബാരിയറുകളുടെ അഭാവവും ഉള്ളവ ബലവത്തല്ലാത്തതും അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവവും അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് പുറത്തുനിന്നും വരുന്ന ഡ്രൈവർമാർക്ക് റോഡ് പരിചിതമല്ലാത്തതും മറ്റു കാരണങ്ങളാണ്. കയറ്റിറക്കങ്ങളും കൊടും വളവുകളും ഉള്ള പാത കൂടിയാണിത്. ഇപ്പോൾ ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് പോലും അവിടെ ഒരു ക്രാഷ് കാരിയർ മാറി സ്ഥാപിക്കുവാനോ ഒന്നും ദേശീയപാത അതോറിറ്റി ഇതുവരെ അതിനൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. മുറിഞ്ഞപുഴ മുതൽ പെരുവന്താനം വരെ റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കയാണ്. ഈ കൊക്കയിൽ പല സ്ഥലത്തും ക്രാഷ് ബാരിയർ ഇല്ല. ഉള്ളത് വാഹനാപകടത്തിൽ തകർന്ന ശേഷം പുനർനിർമ്മിച്ചിട്ടുമില്ല. ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മുറിഞ്ഞുപുഴയ്ക്ക് സമീപം കാർ അപകടത്തിൽപ്പെട്ട ഭാഗത്തെ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാത്തത്. നിലവിൽ ഈ ഭാഗത്ത് വലിയ അപകടക്കണിയാണ് നിലകൊള്ളുന്നത്. ദേശീയപാത വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതും. ഡിക്കി വിഷൻ ന്യൂസ്, പീരിമേട്.